കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേട ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെയെട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേട ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെയെട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേട ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെയെട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേട ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെയെട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട കരുതൽ കണ്ണീർ എന്ന നിലയിൽ ജില്ലയിലുടനീളം പ്രവർത്തിക്കാൻ സാധിച്ചത് വളരെയേറെ സൗഹൃദങ്ങൾ ഉണ്ടാകാൻ കഴിഞ്ഞതെന്നും ഞാൻ ഈ നിമിഷത്തിൽ സന്തോഷിക്കുകയാണ്. ഈ 3 വർഷക്കാലങ്ങൾ നമ്മുടെ ജില്ലയിൽ 2 പ്രധാനപ്പെട്ട പദ്ധതികളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് നമ്മുടെ ജില്ലയ്ക്ക് ഒരു ആസ്ഥാനം, പല മുൻ കമ്മിറ്റികളും അതിന് മുന്നേ എടുത്തു തുടങ്ങി വെച്ചു. ഈ 3 വർഷക്കാലങ്ങളിൽ അതിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനത്തോടു കൂടി നമ്മുടെ അന്നുണ്ടായ 14 മേഖലയിൽ ഒരു പരിഗണനത്തോടു കൂടി അവരുടെ കൂട്ടായ പ്രവർത്തനത്തോടും ഉത്സാഹത്തോടു കൂടി ആ സംരംഭത്തിന് നമുക്ക് ഒരു 10 സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മീനാക്ഷി മേഖലയിൽ വളർത്തുന്ന സ്ഥലം അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം നമ്മുടെ ആരാധനയായ സംസ്ഥാന പ്രസിഡന്റ് നിർവഹിച്ചതുമാണ്. ഇനി നമുക്ക് ഈ സമ്മേളനം കഴിഞ്ഞതോടുകൂടി പുതിയ നേതൃത്വത്തോടുകൂടി ഒന്നും കൂടി ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇനിയുള്ള ഈ 3 വർഷക്കാലങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിച്ചതിനായി കൂടുതൽ പ്രവർത്തിച്ച് ആസ്ഥാന മന്ദിരം ആയിരയുടെ സൈഡിൽ തലയുയർത്തി നിർത്തുവാൻ അടുത്ത ജില്ലാ സമ്മേളനവുമായി നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതിന് ഓരോ മേഖലയിലെ ആൾക്കാരോട് പ്രവർത്തിക്കേണ്ടതുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്നൊരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തെ ആദരവോടെ സന്തോഷപൂർവ്വം ഞാൻ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റും കാസർഗോഡ് ജില്ലാ ഇൻചാർജ് കൂടിയായ നമ്മുടെ രവീന്ദ്രൻ അറിയിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ചെയ്യുക. ಈ 14 ಜಿಲ್ಲೆಯಿಂದ ನಾವು ಎಲ್ಲರನ್ನು ಕರೆದಿದೆ. ಅದರಲ್ಲಿ ಒಂದು 10-12 ಜಿಲ್ಲೆಯಿಂದ ಬಂದಿದ್ದಾರೆ ಎಲ್ಲರೂ. ಅವರಿಗೆ ನಾವು ಬೇಕಾದರೆ ಮಲಯಾಳದಲ್ಲಿ ಮಾತಾಡುವ ಬಹುಮಾನಪಟ್ಟ എൻ്റെ സഹോദരന്മാരെ, എൻ്റെ മെമ്പർമാരെ,
എന്നെ ഈ 3 വർഷം കൊണ്ടു നടന്ന നിങ്ങളോട് കുറേ കടപ്പാടുണ്ട് എനിക്ക്. കാരണം നമുക്ക് ഈ ജില്ലയിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മുമ്പിലോട്ട് ഇറങ്ങുമ്പോൾ അതിന് കൂട്ടുനിന്ന ആളാണ് ഈ മേഖലയിലെ ഓരോ ആൾക്കാർ. അവരെ ഞാൻ കൈയെടുത്ത് കൊണ്ടുപോവുകയാണ്. ഈ 3 വർഷത്തിൽ എന്നെ സഹായിച്ച, എന്നെ എല്ലാവരും ആവശ്യപ്പെട്ട നിങ്ങളോട്, അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നത് തന്നെ. അത് ജില്ലയിൽ നിന്ന് പല ഭാഗത്തു നിന്ന് വന്നാൽ ഇതെന്ത് സംസ്ഥാന സമ്മേളനമോ ആണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ അഭിമാനം ആയിരിക്കാണ്, നമ്മളെ മെമ്പർമാർക്കാണ് ഇതിൻ്റെ അഭിമാനമല്ല, അല്ലേ? അതാണ്. ഇനി ഇതുപോലെ നല്ല നല്ല പരിപാടി നടത്താൻ അടുത്ത കമ്മിറ്റി തയ്യാറാകണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹവാക്കിൽ ഒരുപാട് ആളുകൾ ചേർത്തിക്കൊണ്ട് അതിന് വിവിധ കാര്യങ്ങൾ അംഗങ്ങൾക്ക് ഗുണകരമായ പല കാര്യങ്ങളും സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിക്കുമ്പോഴും അതിനൊക്കെ തന്നെ നിങ്ങൾ ഭാഗമാകാറുണ്ട്. അതിന് വേണ്ട വിധം നിങ്ങൾ കുറിച്ചു. അതിന് ആദ്യമായി നിങ്ങൾക്ക് അഭിനന്ദിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു തെരഞ്ഞെടുപ്പുമായി ഒരു ഫണ്ടുണ്ടാക്കിയപ്പോൾ വളരെ അപൂർവം ജില്ലകൾ മാത്രമാണ് അതിന് ഏകദേശം 95-90% പണം അയച്ചത്. അതിൽപ്പെട്ട ഒരു ജില്ലയാണ് കാസർഗോഡ്. വളരെ പെട്ടെന്ന് പറയുമ്പോൾ കഴിഞ്ഞ 3 വർഷം കൊണ്ട് സംസ്ഥാനത്ത് ആരംഭിച്ച കഴിവ് ഏർപ്പെടുന്ന മേഖലകളിൽ പദ്ധതികൾ ഇന്ന് 7 ജില്ലകളിൽ പ്രവർത്തിക്കുന്നു. കോഴിക്കോട് ഒരാഴ്ച 5 ലക്ഷം രൂപയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 16 ആളുകൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഏകദേശം 5 ലക്ഷം 15 പേർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 2 ലക്ഷമാണ്, അത് ഏകദേശം 5 ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 5 പേർക്ക് കൊടുക്കുമെന്നാണ് നിങ്ങളുടെ റിപ്പോർട്ടിൽ കാണുന്നത്. അതേപോലെ ആലപ്പുഴയിൽ തുടങ്ങിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ 2 ലക്ഷം കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിവിധ ജില്ലകളിൽ ആദ്യമൊക്കെ നമ്മുടെ മലബാർ ജില്ലകളിലായിരുന്നു നമ്മുടെ സംഘടനയുടെ ശക്തിയെങ്കിൽ തെക്കൻ ജില്ലയിൽ 2-3 ജില്ലകൾ പേര് പറയാൻ നിർത്തിയില്ല എന്നെല്ലാം അവർ വളരെ മുൻപന്തി വന്നിട്ടുണ്ട്. അതിൽ എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി എന്നീ 3-4 ജില്ലകൾ ഇന്ന് വളരെയധികം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മലബാർ ജില്ലകൾ ഇതിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. വളരെ നല്ല രീതിയിൽ എല്ലാ മേഖലാ സമ്മേളനങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിച്ചുകൊണ്ട് അവിടെ ജില്ലാ സമ്മേളനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ജില്ലകളിലും, അതായത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ നമുക്ക് ചില പോരായ്മകളൊക്കെ ഉണ്ട്. കാരണം ഞാൻ പറയുന്നത് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി ചില ജില്ലകൾ എത്തിക്കുന്നില്ല എന്നൊരു പരിഭവം എനിക്കുണ്ട്. കാരണം മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം മുതൽ നമ്മൾ നിർബന്ധമായും ഓരോ മേഖലയിലെ മെമ്പർമാരുടെയും ലിസ്റ്റ് ആവശ്യപ്പെട്ടു. 1-2 ജില്ലകൾക്ക് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ ലിസ്റ്റ് എത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ ബിൽഡിങ്ങിൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞ് വാങ്ങിയതിൽ 1-2 ജില്ലകൾ മാത്രമാണ് ഏകദേശം പൂർണ്ണമായും ഈ 2000 രൂപ അടച്ചത്. അതിൻ്റെ ലിസ്റ്റും വാങ്ങിയ കൂപ്പണും ഒന്നും തന്നെ യഥാസമയം നിങ്ങൾ മടക്കി അയച്ചിട്ടില്ല. ആ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഇവിടെ നിന്ന് സ്ഥാനമേൽക്കാൻ പോകുന്ന ഭാരവാഹികളൊക്കെ വലിയൊരു മാറ്റത്തിന് വേണ്ടിയാണ് കാസർഗോഡ്. കേരളത്തിലെ 14 ജില്ലകളിൽ വിഭിന്നമായിക്കൊണ്ട് തിരഞ്ഞെടുപ്പുകൾ വന്നാൽ ശരിക്കും തിരഞ്ഞെടുപ്പ് കാസർഗോഡ് നടക്കുന്നത്. ചില അസ്വാരസ്യമുള്ള ആളുകളുണ്ട്. ശരിക്കും തിരഞ്ഞെടുപ്പ് ഒരു മത്സര ബുദ്ധിയോടുകൂടി നടക്കുന്ന നല്ലൊരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. കാരണം ഇന്നലെയും നടന്ന തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ ശരിക്കും തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതുമല്ല, സമയങ്ങളിലായി ഭാരവാഹികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാ സ്ഥലത്തിലും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. സംസ്ഥാന തലം തൊട്ട് ഇവിടെ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ എല്ലാ ജില്ലകളിലും സംസ്ഥാനങ്ങളും തയ്യാറാണ്.
കാരണം പഴഞ്ചനായ ആളുകളൊക്കെ തന്നെ ഇതിൽ നിന്ന് മാറുന്നുകൊണ്ട് പുതിയ പുതിയ ആളുകൾ വരേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. അതിന് തെളിവാണ് കാസർഗോഡില്ല. ഞാൻ കുറേ വർഷങ്ങളായി ഇവിടെ എല്ലാ സമ്മേളനം പങ്കെടുത്ത വ്യക്തികൾക്ക് എല്ലാ സമ്മേളനങ്ങളിലും വേനലിന്റെ പ്രവാഹം നടക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. ഒരു 1-2 പേരുടെ ഒരു ചെറിയ അനൈക്യമൊഴികെ 90% ആളുകളും ഇതിൽ സജീവമായി പങ്കെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതി എല്ലായിടങ്ങളിലും വേണം. നമ്മളൊരാളെ പ്രസിഡന്റായി പറയുന്നു, ഇന്നലെ ഇവിടെ നടന്നത് ശരിക്കും മുമ്പൊക്കെ നിങ്ങൾക്ക് പല വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടിരുന്നു. ശരിക്കും സംഘടനയുടെ ഭരണഘടന അനുസരിക്കുന്ന ആ രീതിയിലാണ്. ഇനി ആ രീതിയിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പം എല്ലാം കൊണ്ടും നിങ്ങളുടെ പ്രവർത്തനം വളരെ ഭംഗിയാണ്. എനിക്കൊരു വലിയ അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന ഭാരവാഹികളും ഇന്ന് ജില്ലയിലെ ആൾക്കാരൊക്കെ ഉണ്ട്. ഈ സ്റ്റാളെന്ന് പറയുന്നത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അതൊരു അനാവശ്യ ഘടകമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം 10 മണിക്ക് തുടങ്ങേണ്ടുന്ന ആ സമ്മേളനം ഇവിടെ ആരംഭിക്കുന്നത് തന്നെ 11:30 മണിക്കാണ്. എന്നിട്ട് 400 ആളുകളോടെ കയറി ഇരുന്നിട്ടില്ല. സാമ്പത്തിക ലാഭത്തിന് പകരം നമ്മുടെ അംഗങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനും പാലൊക്കെ പത്തനംതിട്ട പോയി. അവിടെ സ്റ്റാളും കുറവാണെങ്കിൽ പോലും അവർ ഫണ്ട് കണ്ടെത്തിയതിനാ അവിടെ ഒരു മെമ്പർക്ക് 25 പേജുള്ളൊരു ബുക്ക് 100 രൂപ വീതമുള്ള, അത് പുറമേ നിന്ന് തിരിച്ച് ഒരു മെമ്പർ 2500 രൂപ കൊടുക്കും. അതിന് പൈസ ഉണ്ടായിരുന്നു. ആ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ സ്റ്റാളൊക്കെ ആദ്യമായിട്ട് കാണുന്നതല്ല. നമുക്കറിയാം, ഒരു കാലത്ത് ഇതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുവാൻ നിങ്ങൾ ബാംഗ്ലൂരും കോയമ്പത്തൂരൊക്കെ പോയിരുന്ന ആളുകൾ ഇന്ന് സംഘടനയുടെ വളർച്ചയ്ക്ക് ശേഷം ഇതെല്ലാം നിങ്ങൾ തേടി വരുന്ന ഒരു രംഗത്തെത്തിക്കഴിഞ്ഞു. ഇന്ന് എല്ലാ കമ്പനികളും നിങ്ങളെ കാണുന്നു, എല്ലാവരും നിങ്ങളെ തേടി വരുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സംഘടന സാധിച്ചിട്ടുണ്ട്. പലവരും ചോദിക്കുന്ന സംഘടന മുമ്പ് കാസർഗോഡുള്ള ആളുകൾക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ, അല്ലെങ്കിൽ കണ്ണൂരിലുള്ള ആൾക്ക് സാധനങ്ങൾ വേണമെങ്കിൽ കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ പോയി സാധനങ്ങൾ വാങ്ങിയിരുന്നു. ഇന്ന് സംഘടനയുടെ വളർച്ചയ്ക്ക് ശേഷം നിങ്ങൾ കാണുന്ന എല്ലാ സൗകര്യങ്ങളും സംഘടനയുടെ പ്രവർത്തനവും ശക്തിയുമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ കുറേ ആളുകൾ കാണാൻ വേണ്ടി, കാരണം ഇപ്പം 4ാമത്തെ ജില്ലാ സമ്മേളനമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇന്നിനോട് ഒരാൾ പറഞ്ഞു, സംസ്ഥാന ഭാരവാഹി പറഞ്ഞു, 12 സമ്മേളനം കാസർഗോഡ് ജില്ലയിലാണ് അദ്ദേഹം. ബാക്കിയെല്ലാം ഓഡിറ്റോറിയത്തിലാണ്. കാസർഗോഡുകാരുടെ ധൈര്യത്തെ ഉപയോഗിക്കുക. ചില പോരായ്മകൾ നിങ്ങൾക്കുണ്ട് സ്വാഭാവികമായും. ഇപ്പോൾ ഇന്നലെ അനുഭവിച്ച ചില കാര്യങ്ങളിലൊക്കെ തന്നെ പോരായ്മകളുണ്ട്. പക്ഷേ ഈ തൻ്റെ ഇടം ഇതേപോലെ 6 മാസം മുമ്പ് നിങ്ങൾ കാസർഗോഡ് ചെങ്കള മേഖലാ സമ്മേളനം അത് ഇതേപോലെ തന്നെയായിരുന്നു. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ധൈര്യമുണ്ട്. അതേപോലെ നിങ്ങളെ ആശയങ്ങൾ പിൻപറ്റിക്കൊണ്ടാണ് ഞാനും പാലിനൊക്കെ മുമ്പ് അന്ന് സംസ്ഥാനത്തിൻ്റെ വാഹനജാഥകളൊക്കെ തന്നെ കൊടിമലയാതെയൊക്കെ നടത്തി അതിൻ്റെ കാഴ്ച ആദ്യം കാണിച്ചത് കാസർഗോഡ് ജില്ലയാണ്. അത് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ നിങ്ങൾ സ്വഭാവ രീതിയിൽ ഒന്നുകൂടി ഭയപ്പെടേണ്ടതുണ്ട്. ഇതിലൊക്കെ നല്ലത് തന്നെയാണ്. ഇന്നലെ സൈനിക റിട്ടേണിംഗ് ഓഫീസറെ കൈകാര്യം ചെയ്ത രീതിയൊക്കെ വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ തിയറി. മുൻകാലങ്ങളിലൊക്കെ നിങ്ങൾ ചില വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഇലക്ഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കാം. ഇപ്പം അതൊന്നല്ല. നിങ്ങൾ വളർച്ചയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഞാനിന്നലെ ക്രിക്കറ്റ് കൂടിയിൽ കുറേ കാലമായി തുടങ്ങിയിട്ടെങ്കിൽ പോലും ഒരു ചെറിയ മേഖല എടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു, അവർക്കത് സാധിച്ചെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ 10 മാസം കൊണ്ട് പൂർത്തീകരിക്കാം. ക്രിക്കറ്റ് പോലും ചെറിയ മേഖല 2 നില കെട്ടിടം പണിതു, അത് ഉദ്ഘാടനം നടക്കാൻ ഇരിക്കുകയാണ്. അപ്പം അതൊക്കെ ആദ്യം ഒരു വിഷയമല്ല. എല്ലാ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് ഇന്ന് കാസർഗോഡ് സമ്മേളനം നടക്കുന്നു. ഡിസംബർ 30-നകത്ത് കേരളത്തിലെ 14 ജില്ലകളിൽ നമ്മുടെ സമ്മേളനം പൂർത്തീകരിക്കുക. വളരെ കൃത്യമായി ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ 3 വർഷം കൂടുമ്പോൾ സമ്മേളനം നടത്തുകയും കഴിഞ്ഞ 3 വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത് വരുന്ന 3 വർഷത്തേക്കുള്ള പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് സമ്മേളനം പിരിയുക. ആ രീതിയിൽ കൃത്യമായി സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 33 വർഷത്തോളമായി ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നത്. മറ്റ്
മറ്റൊരു പ്രത്യേകത കൂടി സംഘടനയുണ്ട്. പന്തൽ അലങ്കാര ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് അതിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അഭിമാനകരമായിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ ജാതിമത ചിന്തകളുടെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും പിൻബലമില്ലാതെ സ്വതന്ത്രമായ നിലപാടെടുത്തുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന കേരളത്തിലെ അപൂർവം സംഘടനകളിൽ ഒന്ന് നമ്മുടെ സംഘടന. രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അധിഷ്ഠിതമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിൻബലമില്ലാതെ 33 കൊല്ലമായി 9 രൂപീകരിച്ച ഇപ്പോൾ 9000-ൽ മേലെ അംഗങ്ങളായി 14 ജില്ലകൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടന നമ്മുടെ സംഘടനയുള്ളൂ. അതാണ് ഈ സംഘടന പ്രത്യേകത. മറ്റൊരു പ്രത്യേകത എന്താ? കാലാകാലമായി പന്തൽ രംഗത്ത്, ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്തു അതിൻ്റെ കാരണ സഹിതമെല്ലാം മെമ്പർമാർക്ക് വിശദീകരിച്ചുകൊണ്ട് അവരുടെ കൂടി അഭിപ്രായങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കൂടെ നിർദ്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ നിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു നേതൃത്വമുള്ള സംഘടനയാണ് നമ്മുടെ സംഘടന. ഇതാണ് എല്ലാ ജില്ലയിലെയും വാടക പ്രവർത്തിക്കുന്ന നമ്മുടെ മെമ്പർമാരുടെ അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ആ അഭിപ്രായങ്ങളിൽ മുഖവിലക്കെടുക്കേണ്ട സംവിധാനമെല്ലാം മുഖവിലക്കെടുത്തുകൊണ്ട് അതെല്ലാം നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്. അത് ഈ സംഘടനയ്ക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയും. നിങ്ങൾ ആലോചിക്കണം, എത്ര മനോഹരമാണ് നമ്മുടെ സമ്മേളനങ്ങൾ, എത്ര അതിശയത്തോടു കൂടിയാണ് ജനങ്ങളെ സമ്മേളനത്തെ വീക്ഷിക്കുന്നത്, എത്ര വലിയ കാഠിന്യത്തോടു കൂടിയാണ് നമ്മൾ ഈ സമ്മേളനത്തെ വീക്ഷിക്കുന്നത്. ഇന്നലെ രാവിലെ തലപ്പാടിയിൽ ആരംഭിച്ച പതാക ജാഥ, ഉച്ചക്ക് ആരംഭിച്ച കൊടിമര ജാഥ, ഈ 2 ജാഥകൾ കാലിക്കടം എത്തിച്ചേരുമ്പോഴേക്കും കാസർഗോഡ് ജില്ലയിലെ 50,000-ഓളം ആളുകൾ ഈ ജാഥ പറയുന്നത് കേൾക്കാൻ മുന്നോട്ട് പോകും. എത്ര? 50,000-ഓളം ആളുകളുടെ മുമ്പിൽ കേരളത്തിലെ പന്തൽ രംഗത്ത് അനുഭവപ്പെടുന്ന, ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്ത് അനുഭവപ്പെടുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് ഈ ജാഥ നടത്തുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്നത് പോലെ നമ്മൾ നടത്തുന്ന സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും കാര്യങ്ങളെല്ലാം വളരെ വിശദമായി കൊടുത്തുകൊണ്ടാണ് ഈ ജാഥകൾ കടന്നത്. അതുകൊണ്ടാണ് ഈ ജാഥയെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഇന്നലെ വരെ പന്തലുകാരുടെ സംഘടിച്ചത് പൈസ കൂട്ടി വാങ്ങാനല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാർത്ഥത്തിന് വേണ്ടി സംഘടിച്ചതല്ലേ എന്ന് പറയുന്ന ആളുകൾ പോലും നിങ്ങളാണ് ഈ നാടിന്റെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതെന്ന് ധീരമായി പറയുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന ഒരു ദിവസമായിട്ടില്ല. ഇത് ഒരു വിഷയമായിട്ട് വരും. എന്താണ് പന്തൽ രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എന്താണ് വാടക രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എന്താണ് ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്തുള്ള പ്രശ്നങ്ങൾ? ഈ പ്രശ്നങ്ങൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാം പറയുന്നത് നമുക്ക് കസേരയും മേശയും ലൈറ്റ് സൗണ്ട് കൊണ്ട് വാടക വാങ്ങി ജീവിച്ചാൽ മതി. അങ്ങനെയാണോ? നിങ്ങൾ കസേരയും മേശയും ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തലുമെല്ലാം വാടക കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ധർമ്മം എന്താ? നിങ്ങൾ ചെയ്യുന്ന ധർമ്മം ഈ നാടിന്റെ സമഗ്രമായ പ്രവർത്തനത്തിന് നിങ്ങളുടേതായിട്ട് സംഭാവന ചെയ്യുന്നില്ല. അതാണ് വെറുതെ വാടകല്ല കേട്ടോ. നിങ്ങൾ കുറെ കാശ് സ്വരൂപിച്ച് കടം വാങ്ങി ബാങ്ക് വായ്പകൾ എടുത്ത് അല്ലെങ്കിൽ വീടും പറമ്പ് തീരെഴുതി ഭാര്യയുടെ കെട്ടുകാരെ പണയപ്പെടുത്തിക്കൊണ്ട് ഇത്തരം സംവിധാനമെല്ലാം വാങ്ങി സ്വരൂപിച്ച് വെച്ച് ഈ രാജ്യത്തോട് നിങ്ങൾ കാണിക്കുന്ന സേവനം എന്താ? അതൊരു വലിയ സേവനമാണ്. അത് ഈ ലോകത്ത് ആരും ചെയ്യാത്ത സേവനമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ആരും ചെയ്യാത്ത സേവനമാണ്. എങ്ങനെയല്ലേ? ഞാനും സംശുദ്ധ അമൃതകളിൽ അധ്യാപക സമ്മേളനത്തിൽ ഞാനിവിടെ യോഗത്തിൽ പറഞ്ഞതാണ്, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ ആ സേവനം ആവശ്യമാകുന്ന കാലം വന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ വരുന്ന തലമുറ പറയും, നമ്മുടെ മുത്തച്ഛന്മാർ, മുതുമുത്തച്ഛന്മാർ നിങ്ങൾക്ക് കസേരയും മേശയും പന്തലും ഒക്കെ വാടക കൊടുത്ത് ജീവിക്കാനുള്ള ഒരു മാർഗം കാണിച്ചു തന്നില്ലേ? അത് ഒരു പുരോഗതി വരുത്താതെ നശിപ്പിച്ച കഷ്കലന്മാരല്ല നിങ്ങൾ എന്ന് നമ്മളോട് നമ്മുടെ മക്കൾ ചോദിക്കുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് മാറാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. സംഘടനാ പ്രവർത്തനത്തിലൂടെ നല്ല ചർച്ച ചെയ്തുകൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം. ലോകത്തിലുണ്ടായിട്ടുള്ള, ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുള്ള, കേരളത്തിലുണ്ടായിട്ടുള്ള പന്തൽ രംഗത്തുള്ള എല്ലാ മാറ്റങ്ങളും പഠിക്കാനുള്ള ഒരു പഠിപ്പ് വിദ്യാഭ്യാസം നമുക്ക് വേണം. ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. മറ്റൊരു വിഷയം എന്താ?
തൊഴിലാളി പ്രശ്നമാണ്. നിങ്ങൾ ആലോചിക്കണം, നമുക്ക് ആവശ്യമുള്ള തൊഴിലാളികളുടെ 40% തൊഴിലാളികൾ എന്നത് വരുന്നില്ല. കഴിഞ്ഞ 25 കൊല്ലമായി ഞാൻ മതമതത്തിൽ സംരക്ഷിക്കാൻ നമ്മുടെ സംസ്ഥാന നേതൃത്വം സർക്കാരിനോട് പറയുന്നു, ഇതിലേക്ക് പുതിയ തൊഴിൽ സംസ്കാരം കൊണ്ടുവരണം, തൊഴിലാളികളെ ആകർഷിക്കണം. എല്ലാവരും വീട്ടിൽ പോയി നീ എങ്ങനെ പണിയെടുത്ത് കളയാമെന്ന് പറഞ്ഞ് തൊഴിലാളികൾ വരാൻ വേണ്ടി പോകുന്നില്ല, ചെറുപ്പക്കാർ വരാൻ വേണ്ടി പോകുന്നില്ല. അതിന് പകരം ഒരു സർട്ടിഫിക്കറ്റുമായി ജോലി തേടിക്കൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയും. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കണം. എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം? ഒരു മൈതാന പ്രസംഗം നടത്തി പോകുന്നതിന് പകരം ബദൽ നിർദ്ദേശം നമ്മൾ സർക്കാർ സമീപിച്ചിട്ടുണ്ട്. ബദൽ നിർദ്ദേശം പോളിടെക്നിക് ITM മുഖാന്തരം പുതിയ കോഴ്സുകൾ ആരംഭിക്കണം. പന്തൽ നിർമ്മാണത്തിന്, ഡേറ്റാ സെന്ററിന്, ഡെക്കറേഷന് പുതിയ കോഴ്സുകൾ ആരംഭിച്ച് അതിലൂടെ ഉരുകി വരുന്ന മനസ്സുള്ള ചെറുപ്പക്കാരെ, തൊഴിലാളികളെ ചെറുപ്പക്കാരെ ആകർഷിച്ചുകൊണ്ട് പുതിയ തൊഴിൽ സംസ്കാരം ഉണ്ടാക്കി ഈ ജോലിയിലേക്ക് ആക്കണം. ചെയ്തോ സർക്കാർ? ചെയ്തിട്ടുണ്ടോ? അവഗണനയുടെ കൂമ്പാരത്തിലാണ് നമ്മളുള്ളത്, അവഗണനയുടെ പടുക്കുഴിയിലാണ് നമ്മളുള്ളത്. എന്തുകൊണ്ട്? നമ്മളിൽ ചിലയാണെങ്കിലും ഇപ്പോഴും പരസ്പരം ഇങ്ങനെ പരിചയക്കൊണ്ടിരിക്കുക ഇല്ലേ? പരിചയക്കൊണ്ടിരിക്കുക. ഞാൻ ഇതിനൊരു കഥ വായിക്കും. സ്റ്റോക്ക് ചെയ്ത് ബക്കറ്റിൽ പാക്ക് ചെയ്ത് എയർപോർട്ടിൽ കയറിയാണ്. അങ്ങനെ ഒരു ദിവസം 8 ബക്കറ്റിൽ 8 സംസ്ഥാനത്തെ, കേരളം ഉൾപ്പെടെ 8 സംസ്ഥാനത്തെ ജണ്ടുമായി കച്ചവടക്കാർ എയർപോർട്ടിൽ 7 ബക്കറ്റ് വളരെ ഭദ്രമായി കെട്ടി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ബക്കറ്റ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് 2 ബക്കറ്റ് മുഴുവൻ കാണാം. അപ്പൊ ഈ എയർപോർട്ടിൽ ഉദ്യോഗസ്ഥൻ ചോദിച്ചു, അതെന്താ ഈ 7 ബക്കറ്റ് പാക്ക് ചെയ്ത് ഒരു ബക്കറ്റ് മാത്രം പാക്ക് ചെയ്യാൻ കാരണം അത് പുറത്തേക്ക് പോകില്ലേ? അപ്പൊ അയാൾ പറഞ്ഞ ഉത്തരം എന്താ അറിയോ? ഇത് കേരളത്തിൽ നിന്നല്ല, ഇതൊരിക്കലും പുറത്തു പോകില്ല. കാരണം ഇതൊരിക്കലും പുറത്തു പോകാൻ അതിന്റെ ഉള്ളിലുള്ള മറ്റ് ഞണ്ടുകൾ അനുവദിക്കില്ല, എപ്പോഴും ഒരുക്കിപ്പിടിക്കും. ഇപ്പം പുതിയ കാര്യം ഇങ്ങനെ പറഞ്ഞത്, ഈ ഞണ്ടുകൾ ഒരിക്കലും പുറത്തു പോകില്ലേ, അത് ഈ ഒന്നിച്ചില്ല ഞങ്ങളുടെ അവിടെ കാലിറക്കാൻ പിടിച്ചോളൂ. അതാണ് നമ്മുടെ കച്ചവടം വരുന്നത്. അത് മാറേണ്ടത് നമുക്ക് നല്ല പാക്ക് ഉണ്ടാവുന്ന ഞണ്ടുകളാകണ്ടേ? വേണം. നല്ല അതിമനോഹരമായ ഞണ്ടുകളായി അത് പാക്കറ്റ് ചെയ്ത് തന്റെ കിട്ടിയ പുറത്ത് ചെയ്യാൻ ഞണ്ടുകളായി മാറും. അതാണ് വേണ്ടത് വാടകരംഗത്ത്. പിന്നെ മറ്റൊന്നുമില്ല, ഈ തൊഴിലാളി ഇപ്പോൾ വരുന്നില്ല. നിങ്ങൾ ആലോചിക്കണം, ആ കഥ സംഭവം കൂടെ നമ്മൾ നിർത്താം. ഒരു 6-7 മാസം മുമ്പ് ഇന്ത്യയിൽ നിന്ന് സംഭവം, എന്താ സംഭവം പറയുന്നത്? ഒരു വാടക സ്റ്റോർ ഉടമ ഒരു പരിപാടി ഇട്ടെടുത്തു. ആ വാടക സ്റ്റോർ ഉടമയുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന വാടക സ്റ്റോർ ഉടമയായിരുന്നു. എല്ലാ സാമൂഹ്യ പ്രവർത്തനത്തിൽ, എല്ലാ പ്രശ്നത്തിലും മുമ്പിൽ ഈ വാടക സ്റ്റോർ ഉടമയായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് ഒരു കല്യാണ പരിപാടിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ ശനിയാഴ്ചയാണ് കല്യാണം, വെള്ളിയാഴ്ച വൈകുന്നേരം 100 ആൾ വരും, ഞായറാഴ്ച വലിയ കല്യാണം, ശനിയാഴ്ച 10-500 ആളുകൾ പങ്കെടുക്കുന്ന കല്യാണം, അതുകൊണ്ട് വ്യാഴാഴ്ച തന്നെ പന്തൽ നിൽക്കണം. ഇയാൾ പന്തലാറിനേറ്റവും ഏറ്റപ്പോൾ ഇയാൾക്കൊരു വിശ്വാസമുണ്ട്, നാട്ടിലെ പൊതുപ്രവർത്തനത്തിൽ പങ്കാളിയാകുന്ന ഒരു മനുഷ്യൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ പന്തലെല്ലാം വളരെ ക്ലിയറായിട്ട് വ്യാഴാഴ്ചക്ക് മുമ്പ് തന്നെ തീരുമെന്നാണ് പ്രതീക്ഷിച്ചു. പക്ഷേ വെള്ളിയാഴ്ച ആരും തീരുന്നില്ല. വ്യാഴാഴ്ച കുറേ ജോലിക്കാർ പോയി പകുതി പണിയും തിരിച്ചു വന്നു. വെള്ളിയാഴ്ച രാവിലെ വീട്ടുടമസ്ഥൻ വിളിച്ച് പറഞ്ഞു, നാളെ രാവിലെ 10 മണിക്കെന്ന് തിരിച്ചു വരും, നാളെയാണ് പെരുമാറി. അപ്പൊ ഇയാൾ പറഞ്ഞു, ഉത്തരം തരുമോ? എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ, ഞാൻ ശ്രദ്ധിച്ചോളണം, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ആ പന്തൽ നാളെ ഉച്ചയ്ക്ക് തിരിച്ചു വരും. വെള്ളിയാഴ്ച വൈകുന്നേരം ഭാര്യയും 2 മക്കളും മുന്നിൽ സാക്ഷി നിർത്തിക്കൊണ്ട് ഇയാൾ ജോലിക്കാരെ വിളിക്കാൻ പറ്റും. ഒരു ജോലിക്കാരെയും കിട്ടിയില്ല. പലരും പല അസൗകര്യം പറഞ്ഞു, ടൂർ പോയ കഥ പറഞ്ഞു, അമ്മാവൻ ആശുപത്രിയായ വിവരം പറഞ്ഞു, വരാൻ പറ്റാത്ത വിവരം പറഞ്ഞു. ആ വിളി രാത്രി 11 മണി വരെ നീണ്ടുന്നു. വെള്ളിയാഴ്ച രാത്രി 11 മണി വരെ ഭാര്യയും മക്കളും നോക്കിയിരിക്കുക. എന്തായി? ഭാര്യയും മക്കളും 12 മണിയായപ്പോൾ ഉറങ്ങാൻ വേണ്ടി പോയി. ഇയാൾ പിന്നെയും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ആ പന്തൽ പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ വാടക സ്റ്റോർ ഉടമ പിന്നെയും ഫോൺ ചെയ്യുകയാണ്. രാവിലെ 5 മണിക്ക് പന്തൽ കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു കയറെടുത്ത് അദ്ദേഹം വരാന്തയിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിന്റെ മുമ്പിലെ കശുമാവിന് തൂങ്ങി വെച്ചു. ഇതങ്ങനെ വരാൻ വേണ്ടി പോവുക. തൊഴിലാളികളില്ല, മറ്റ് സഹായങ്ങളില്ല, സർക്കാർ സഹായങ്ങളില്ല, തൊഴിലാളികളെ കൊണ്ടുവരാൻ വേണ്ടി തൊഴിൽ സംസ്കാരമില്ല. ആരെങ്കിലും പോകേണ്ടവരാണോ കേരളത്തിലെ വാടകരംഗത്ത് പ്രവർത്തിക്കുന്നത്? അല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടവരാണ് പന്തൽ രംഗത്ത് പ്രവർത്തിക്കുന്നത്.
സുന്ദരമായി നടത്തും. നമ്മൾ പിന്നെയും പുറകോട്ട് പോവുകയാണ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഒരു വീട്ടിൽ പുതിയൊരു വീട്ടിൽ കല്യാണം ഏൽപ്പിച്ചാൽ കല്യാണ പരിപാടി നോക്കാൻ വേണ്ടി വീട്ടിൽ പോയാൽ അവിടെ പോയാൽ ചെറിയ മകൾ കല്യാണം കഴിക്കുന്ന പെണ്ണ് പറയും, ഇതാണ് എൻ്റെ ഡെക്കറേഷൻ, മൊബൈൽ ഫോൺ കാണിച്ചത് ഈ മോഡൽ വേണം. ഞാനൊക്കെ വായിക്കുന്നുണ്ടോ? എന്താ ഇതൊന്നും കഴിയില്ല. വലിയ തോതിലുള്ള കടന്നുകയറ്റമുണ്ട്. ഉണ്ട് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എനിക്കറിയില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് വർഷത്തെ അനുഭവ സമ്പത്ത്, അതിനപ്പുറം ഈ 20-40 കൊല്ലം പ്രായമായി ബിസിനസ്സിൽ നിൽക്കുന്നവരുടെ അനുഭവ പരിചയം വെച്ചുകൊണ്ട് ചെയ്യാവുന്ന ജോലികൾ ഇവന്റ് മാനേജ്മെൻറ്റ് നമ്മൾ ഏൽപ്പിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് അത് കോർഡിനേറ്റ് ചെയ്ത് ഇവന്റ് മാനേജ്മെൻറ്റായി നമ്മൾ മാറുന്നില്ല എന്ന് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് തൊഴിലാളികളെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു പ്രസ്ഥാനം, 1 രൂപ പോലും മുതൽ മുടക്കില്ലാത്ത, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇവന്റ് മാനേജ്മെൻറ്റുകൾക്ക് വശംവദരായി നിൽക്കുന്നൊരവസ്ഥ. നേരെ മറിച്ച് അവരെക്കാളും കോടികളും ലക്ഷങ്ങളും മുതലിറക്കിയ സാധനങ്ങൾ തോടോളം ഇരിക്കുകയാണ്. അതുപോലെ തന്നെ നടന്ന പ്രവൃത്തി പരിചയം ഇവിടെയാണ്. വരും കാലങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് ആ കാലഘട്ടത്തിൽ പരിവർത്തിപ്പിക്കാനുള്ള മാനസികമായ ഒരു ധൈര്യം നമ്മൾ കാണിച്ചാൽ മതി. പലവരും പിന്മാറുകയാണ്. ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വധുവരന്മാരാണ് ഇപ്പോൾ കല്യാണത്തിൻ്റെ ആംബിയൻസ്, തോതുകൾ, അലങ്കാരങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത്. വീട്ടിലെ രക്ഷിതാക്കൾക്ക് ആ വിഷയത്തിൽ ഒരു റോളും ഈ കാലഘട്ടത്തിലില്ല. അവരാണ് കല്യാണം ഏറ്റെടുക്കാൻ, ഒരു പരിപാടി ഏറ്റെടുക്കാൻ നമ്മൾ അവിടെ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും കാണിച്ച് ഈ രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്ത് തരണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു. അത് ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോഴൊക്കെ വീഡിയോസും ഫോട്ടോസും കാണുമ്പോൾ നമ്മളിൽ പലവരും ഭയപ്പെട്ടു പോകാം. ഇത് എനിക്ക് ചെയ്യാൻ കഴിയുമോ, അല്ല ഇത് എവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ ലഭ്യമാവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്തതായൊരു ജോലിയും ഇന്ന് കേരളത്തിലെ ഏത് യുഗത്തിലേക്കുള്ള ഈ വസ്തുക്കളും അഭിരുചിയും നമ്മൾ സംബന്ധിച്ച് പ്രായമായവർ അവനവൻ്റെ സ്ഥാപനങ്ങളിൽ ചെറുപ്പക്കാരായ മക്കളെയോ അതുപോലെയുള്ള ചെറുപ്പക്കാരോ ഇതിൽ സമ്മേളനത്തിന് മാറ്റം കൂടണമെങ്കിൽ പുറത്തു നിൽക്കുന്ന ആളുകൾ മൊത്തം നിങ്ങൾക്ക് കൈവരിക്കണം എന്ന് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇനിയും ഇതേപോലെ വളരെ വിപുലമായ നമ്മുടെ മുഖ്യാതിഥികൾ സംസാരിക്കും. ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടി നടത്തും. മറ്റു കൂടുതലൊന്നും തന്നെയില്ല. അപ്പം മറ്റു ജില്ലകളിലൊക്കെ തന്നെ ഇപ്പോൾ മികച്ച സംഘാടക കൂടിയാണ് നമ്മുടെ ഈ പാലറ്റ്. ഏറെ ആദരവോടെ ഈ ജനറൽ സെക്രട്ടറി KV ഷിബു ഷൈൻ ഡെക്കറേഷൻ ഒരു
ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ആ ചർച്ച അവിടെ 14 ഒരു പന്തലില്ല, ഒരു കസേരയില്ല, ഒരു മൈക്കില്ല. കേരളത്തിലെ പന്തലാർക്ക് അല്ലേ നമ്മളെല്ലാം ഭക്ഷണമായിട്ടോ ജനത്തിന്റെ നിലവാരം നിന്ന് അതിന്റെ കുറച്ച് ഒരു പന്തലില്ല, ഒരു കസേരയില്ല, ഒരു മൈക്കില്ല. ആ ചർച്ച അവിടെ 14 Representative K.V. Shivu, Trade Association from Delhi. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ E.V. ഭാരവാഹികൾ ആദരവോടെ ക്ഷണിക്കുന്നു. നമ്മുടെ നാട്ടുകളിലൂടെ സഞ്ചരിച്ചു. ഒരു പന്തലില്ല, ഒരു കസേരയില്ല, ഒരു മൈക്കില്ല. കേരളത്തിലെ പന്തലാർക്ക് നമ്മളെല്ലാം ഭക്ഷണമായിട്ടോ ഇറച്ചിയുടെ നിലവാരം നിന്ന് അതിന്റെ കുറച്ച് നിൽക്കണേ ഇല്ല അങ്ങനല്ലേ. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.